أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, നമ്മുടെ തുഹഫത്തുൽ മുഹ്താജിന്റെ 16ാമത്തെ ക്ലാസ്. ഇന്നൊരു ചോദ്യോത്തരമൊക്കെ ആയിട്ടാണ് നമുക്ക് വരാനുള്ളത്. നമ്മുടെ ഷാരിഹ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫൈൻ ഖുൽത, സഹോദരാ നീ ചോദിക്കുകയാണെങ്കിൽ. എന്താ ചോദ്യം? ജമ്മു സലാമത്തി ലിൽ ഖില്ലത്തി, സലാമത്തിന്റെ ജമ്മ് ഖില്ലത്തിനുള്ളതാണല്ലോ. ബി ഇത്തിഫാഖിൻ നുഹാത്തി, അങ്ങനെ നഹ്വികൾ എല്ലാവരും യോജിച്ചിട്ടുണ്ട്, അവർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, സലാമത്തിന്റെ ജമ്മ് ഖില്ലത്തിനുള്ളതാണ് എന്ന്. മദ്ലൂലു ജുമുഅൽ ഖില്ലത്തി, അങ്ങനെ ഖില്ലത്തിന്റെ ജമ്മുകളുടെ മഅന എന്തായിരിക്കും? മദ്ലൂലാത്ത് അൽ അശ്റത്തു വമാ ദൂനുഹ, അശ്റയോ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ളതായിരിക്കും. അങ്ങനെയാണ് ഖില്ലത്ത്. അങ്ങനെ വരുമ്പോൾ വലാ മദ്ഹ ഫീ ദാലിക, അപ്പോൾ ഈ ഖില്ലത്തിന്റെ ജമ്മ് ഇവിടെ പറയുമ്പോൾ അത്തരം ഒരു ജമ്മിൽ എന്തില്ല, ഇവിടെ മദ്ഹ് ചെയ്യലില്ലല്ലോ. അപ്പൊ തഹ്ഖീഖാത്ത് എന്നൊക്കെ പറഞ്ഞു പോകുന്നു, അത് ഖില്ലത്തിന്റെ ജമ്മല്ലേ. ആ ഖില്ലത്തിന്റെ ജമ്മിൽ ഇങ്ങനെയാണെങ്കിൽ അസറത്തോ അതിന്റെ താഴെയുള്ളതാണ് ഖില്ലത്തിന്റെ ജമ്മിന്റെ മദ്ലൂല്. അപ്പൊ ഇതിലെങ്ങനെ മദ്ഹ് ചെയ്യല് വരിക? അതിന്റെ അപ്പുറമൊക്കെ പോകണ്ടേ എന്നാ. ഈ ഒരു ചോദ്യമാണ് നിനക്ക് ചോദിക്കാനുള്ളത് എങ്കിൽ ഇവിടെ എന്ത് പറയാം? അപ്പൊ മുസന്നിഫ് ഇവിടെ ഖില്ലത്തിന്റെ ജമ്മ ഇട്ടത്, അപ്പൊ അതുകൊണ്ട് മദ്ഹിന് അത് പ്രയാസപ്പെടൂലേ, മദ്ഹ് കിട്ടൂലല്ലോ എന്ന. അങ്ങനെയാണ് നിന്റെ ചോദ്യമെങ്കിൽ ഖുൽതു, ഞാൻ മറുപടി പറയുന്നു, അൽ ഫീ മിസ്ലി ഹാദ, ഈ ഖില്ലത്തിന്റെ ജമ്മ് പോലോത്തതിലുള്ള അലിഫ് ലാമ് തുഫീദുൽ ഉമൂമ, അത് എന്തൊക്കെയുണ്ടോ അത് മുഴുവനോ തഹ്ഖീഖാത്തിൽ വരുമല്ലോ, ആമിനെ മനസ്സിലാക്കി തരും. അപ്പൊ ആ പ്രശ്നം തീർന്നല്ലോ. ഖില്ലത്തിന്റെ ജമ്മിന്റെ വിഷയാക്കണ്ട, അത് അലിഫ്ലാം ഉണ്ടല്ലോ. അപ്പൊ അയത്ത അലിഫ്ലാം എന്താക്കും? ഉമൂമിനെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ. കാരണം ഇതിൽ അസഹ് അന്നൽ ജംഅൽ മുഅറഫ ബിൽ അലിഫി വല്ലാമി, അലിഫിലാമ് കൊണ്ട് മാരിഫയാക്കപ്പെട്ടതായ ജമ്മ്, അല്ലെങ്കിൽ അവൽ ഇളാഫത്തി, ഇളാഫത്തുകൊണ്ട് മാരിഫയാക്കപ്പെട്ടതിന്റെ ജമ്മ്, ലിൽ ഉമൂമി, അത് അതിലേക്ക് വരുന്ന ഏതെല്ലാം ഫർദ് കൊണ്ടോ അത് മുഴുവനും ഉൾപ്പെടുത്തുന്നതാണല്ലോ. അപ്പൊ തഹ്ഖീഖാത്തിൽ ഏതൊക്കെ പൊടിച്ചൊക്കെ വരും. എത്ര ഉണ്ടോ അതൊക്കെ പെട്ടു, എല്ലാ ഫർദും പെട്ടു. അലിഫിലാമ് കൊണ്ട് മാലം യതഹഖഖ് അഹദുൻ, ആ അറിയപ്പെട്ടത് ഏതാണെന്ന് ഉറപ്പാവാത്ത കാലത്തോളം, അങ്ങനെയാണെങ്കിൽ പിന്നെ ഉമൂം ഉണ്ടാവില്ല. അഹദിന് ഉറപ്പില്ലാത്ത കാലത്തോളമാണ് ഇവിടെ ഉമൂം ഉണ്ടാവാന്ന് പറഞ്ഞത്. വലാ മുനാഫാത ബൈന ഹാദാ വമാ ദുകിറ അനിൻ നുഹാത്തി, നഹ്വികളെ തൊട്ട് ഇത്തിഫാഖായിട്ട് പറഞ്ഞല്ലോ, ആ പറഞ്ഞതിന്റെയും ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിന്റെയും ഇടയിലുള്ളതായി യാതൊരു എതിരിവിടെ പറയാനില്ലല്ലോ എന്നാണ്. ഇവിടെ എതിരും കാണുന്നില്ല, ഒരു മുനാഫാത്തിനും വകുപ്പില്ല. അസഖ് വദ്കൂർ ഇങ്ങനെ പറഞ്ഞത്, വദ്കൂറായ അസഖ് അതിന്റെയും നഹ്വികളെ തൊട്ട് ഇട്ടതായിരിക്കുന്ന ഇബാറത്തിന്റെ ഇടയിലൊന്നും എന്തില്ല, മുനാഫാത്ത് എതിരില്ല. ഒന്നിരിക്കൽ ഇമ്മാലി അന്ന കലാമവും ബി ജമ്മി സലാമത്തിൽ മുനക്കരി, നഹ്വികളുടെ കലാമ് സംസാരം അത് നിക്രിയാക്കപ്പെട്ടതായിരിക്കുന്ന സലാമത്തിന്റെ ജമ്മിലാണ്. അങ്ങനെ വരാം. ഇപ്പൊ കലാമുൽ ഉസൂലിയീന, അസ്ലിയാക്കളുടെ ഉസൂലിയങ്ങളുടെ സംസാരം ബിൽ മുഅറഫി, മാരിഫയിലുമാണ്. അപ്പൊ ഇവനവിടെ മുനാഫാത്തുണ്ടെന്ന് വരുന്നില്ലല്ലോ. അങ്ങനെയെന്നുള്ളത് എങ്ങനെ കിട്ടി? കമാ ഖാലു ഇമാമുൽ ഹറമേനി, ഇമാം ഹറമേനി തങ്ങൾ അങ്ങനെ പറഞ്ഞതുപോലെ ഉസൂലികളൊക്കെ സംസാരം മുഅറഫിലെ വരിക, നുഹാത്തികൾ സംസാരിക്കുന്ന മുനക്കറില്. അപ്പൊ അങ്ങനെ ജമ്മുണ്ട്. മുനക്കറിന്റെ സലാമത്തിന്റെ ജമ്മ്, മുഅറഫിന്റെ സലാമത്തിന്റെ ജമ്മ്, ഇങ്ങനെ രണ്ട് മാറ്റുണ്ട്. അപ്പൊ എതിരില്ല. വ തൗളിഹു, അതിനെ വ്യക്തമാക്കൽ എങ്ങനെ ഒന്നും കൂടി ബയാൻ ചെയ്തു തരാം. അന്ന മുഫീദൽ ഉമൂമി അൽ, അല്ല് പോലതൊക്കെ ആമിനെ മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞത് ലമ്മ ദഖല അലൽ ജമ്മി, അലിഫിലാമ് ജംഇന്റെ മേൽ പ്രവേശിക്കുമ്പോഴാണ്, മുഫ്രദിന്റെ മേലല്ല എന്നർത്ഥം. അവ വഇൻ ഖുല്ല, നമ്മൾ പറഞ്ഞാൽ ബിമാ അലൈഹി അക്സറുൽ ഉലമാഇ മിനൽ ഉസൂലിയീന,
വൈരിയും ഉസൂലീങ്ങളും അല്ലാത്തവരുമായ പണ്ഡിതന്മാരിൽ അധിക പേരും ഉള്ള ഒന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ എന്താണത്? അന്ന അഫ്റാദഹുല്ലത്തി അമ്മഹ, അതിന്റെ അഫ്റാദുകൾ, ആ ജമ്മിന്റെ അഫ്റാദുകൾ, എങ്ങനത്തെ അഫ്റാദുകള്? അമ്മഹ, ആ അഫ്റാദുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉഹ്ദാൻ, ഓരോ അഹദുകളും, അഹാദ്, ഓരോന്നും എന്തായിട്ടുണ്ട്? ആ ജമ്മിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞത്. അതനുസരിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് എങ്കിൽ ഫഖദ് ദഹബ ഇഅ്തിബാറു ജംഇയ്യത്തി മിൻ അസ്ലിഹ, ജമ്മിന്റെ അസ്ലിൽ നിന്ന് തന്നെ ജമ്മിനെ പരിഗണിക്കുക എന്നുള്ളത് പോയി. എങ്ങനത്തെ പരിഗണന? അൽ മുസ്തൽജമി, നിർബന്ധമാക്കുന്ന എന്തിനെ? ഇന്നദ്രി ഇലാ കൗനി ആഹാദിഹി, ആ ജമ്മിന്റെ ആഹാദുകളെ എന്താവുക? അസ്റത്ത് ഫഅഖല്ല, അസ്റത്താവുക അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞതാവുക എന്നതിലേക്ക് നോക്കലിനെ നിർബന്ധമാക്കുന്ന ഇഅ്തിബാർ. അത്തരമൊരു ഇഅ്തിബാർ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ അക്സറുൽ ഉലമാ പറഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ പോയി. അപ്പൊ അങ്ങനെ വകുപ്പ് ഇവിടെ വരുന്നില്ല. ഇനി വൈകുൽന ബിമാലിഹി ജംഉ മിനൽ മുഹഖഖീന, തഹഖീഖിന്റെ പണ്ഡിതന്മാരെന്ന് ഒരു സംഘം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അവരെന്താ പറഞ്ഞത്? ഇന്ന അഫ്റാദുഹു, നിശ്ചയമായിട്ടും ആ ജമ്മിന്റെ അഫ്റാദുകൾ ജമൂഅൻ, പല ജമ്മുകളാണ്, അതിന്റെ അഫ്റാദുകൾക്ക് ജമ്മുകളായി മാറും. ഇങ്ങനെയാണ് മുഹഖീഖുകൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എങ്കിലോ വലാ തനാഫിയ ബൈന ഇസ്തിഗ്റാഖി കുല്ലി ജംഇൻ ജംഉൻ വഖൗനി തിൽക്കൽ ജുമൂഇ ലികുല്ലി ജംഇൻ മിന്നാ അദദുൻ മുഅയ്യനുൻ, ഇതിന്റെ ഇടയിൽ തനാഫി ഇല്ല. അതായത് എല്ലാ ജംഉകളും ജമ്മിനെ ഉൾപ്പെടുത്താം. അതായത് അതിന്റെ അപരാധമൊക്കെ ജമ്മുകളാണെന്നല്ല പറഞ്ഞത്. അപ്പൊ എല്ലാ ജമ്മുകളെയും എല്ലാ ജംപുകളും ജമ്മുകൾ ഉൾപ്പെടുത്തുന്നു. ആ ജംപുകൾ മുഴുവനും അതിൽ നിന്ന് ഓരോ ജംപിനും വ്യക്തമായതായ അതതുമുണ്ട്. ഇങ്ങനെ വെക്കുകയാണെങ്കിലോ ഇതിലും എതിരില്ല. ഈ രണ്ടഭിപ്രായത്തിൽ ഏതെടുത്താലും ഇവിടെ എതിരില്ല. ഇങ്ങനെയാണ് സംസാരിച്ചത്. അമ്മ ലി അന്നഹു, ഒന്നിരിക്കല്ലത് ലാ മാനിഅ മിൻ അൻ യകൂന അസ്ലുൻ ഉളിഅ ജംഉ സലാമത്തി ലിൽ ഖില്ലത്തി. ഒന്നിരിക്കൽ എന്താ? അമ്മ ആദ്യം പറഞ്ഞത് ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മള് ഇമ്മാലി അന്ന കലാമു. അപ്പൊ അമ്മയുടെ കണവോ ഇമ്മ. ഒന്നിരിക്കൽ അന്നഹു, നിശ്ചയമായിട്ടും ആരും ലാ മാനിഅ, എതിരില്ല, തടസ്സമില്ല. മിൻ അൻ യകൂന അസ്ലു വളിഇ ജംഇ സലാമത്തി ലിൽ ഖില്ലത്തി, സലാമത്തിന്റെ ജംഇ വെക്കപ്പെട്ടതിന്റെ അസ്ൽ ഖില്ലത്തിനാണ്. അതാണ് അസ്ല് എങ്കിൽ ആ അസ്ലിനെ തൊട്ട് ഇവിടെ തടസ്സമില്ല. എന്നിട്ടോ വലബ ഇസ്തിമാലുഹു, പിന്നീട് ആ സലാമത്തിന്റെ ജംഇന്റെ ഉപയോഗം അധികരിച്ചു വന്നു. ഫിൽ ഉമൂമി, ഉമൂമിലാണ് പിന്നെ അധികരിച്ചു വന്നത്. എന്തുകൊണ്ട്? ഉറുഫ് അങ്ങനെയായി, അല്ലെങ്കിൽ അത് ഷറ അങ്ങനെ കൊണ്ടുവന്നത്. ഈ നിലപാടിലൂടെ ആവുകയാണെങ്കിലോ അപ്പോഴും ഇവിടെ തടസ്സമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മറുപടി. പിന്നെ നദറൻ നുഹാത്തു, നഹവീങ്ങൾ നോക്കിയത് ഇവിടെ ഈ അസ്ലിൽ വളിഇ, അസ്ലില് ഈ ജലാമത്തിന്റെ ജംബിനെ വെച്ചത് എന്തിനാണ് എന്നതിലേക്കാണ് നോക്കി പറഞ്ഞത്. വൽ ഉസൂലിയൂന, അസ്ലിയാക്കൾ പറയുന്നത് നോക്കിയത് വലബത്തുൽ ഇസ്തിമാലി ഫീഹി, ഏതൊന്നിലാണോ ഈ പറയുന്നതിനെ ഉപയോഗിച്ചത്, അതായത് ഉമൂമിൽ, ആ ഉമൂമിൽ ഈ ജമ്മിനെ ഉപയോഗിക്കുക എന്നുള്ളത് അധികരിച്ചു വന്നു. ആ നിലപാട് നോക്കിയിട്ടാണ് ഉസൂലിയുടെ സംസാരം. അപ്പൊ രണ്ട് നിലക്ക് നോക്കിയാൽ ഇവിടെ എതിരില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആവാം. അങ്ങനെയാണ് ഇപ്പോ ഈ തഹഖീഖാത്ത് എന്നുള്ള ആസ്പദപ്പെടുത്തിയുള്ള ജമ്മിന്റെ സംസാരം. തൂഫിയ സനത സലാസിൻ ഔ 24 ഓ 600 അന്നേവി വസിത്തീന സന, ഏകദേശം ഒരു 60 ചില്ലാനം വയസ്സുള്ളപ്പോൾ ഹിജ്റ 607 24 23 ആണ് ബഹുമാനപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു തആല അൻഹു മരിച്ചത്. വലഹു കറാമാത്തും, ഒരുപാട് കറാമത്തോടെ ഉടമയാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു. മിന്ന, ആ കറാമത്തിൽ പെട്ടതാണ് അന്ന ഷജറത്ത ഇനബ്, നിശ്ചയമായിട്ടും മുന്തിരിവള്ളി, മുന്തിരിമരം
അളാഅത്ത് ലഹു ബഹുമാനപ്പെട്ടവർക്ക് പ്രകാശിച്ചു. എന്ത് കാരണം? ലി ഫഖദി മാ യസ്റുജുഹു മഹാനവറുകൾ കത്തിക്കാൻ പറ്റുന്നൊരു വിളക്ക് ഇല്ല. അപ്പൊ കത്തിക്കാൻ പറ്റുന്നതായിരിക്കുന്ന വിളക്ക് ഇല്ല. വഖത തസ്നീഫി ഗ്രന്ഥം രചിക്കുന്ന ആ സമയത്ത് ഒരു പ്രകാശം നൽകാൻ പറ്റുന്ന ആയുധമൊന്നും അവിടെ ഇല്ല. അതില്ലാതിരുന്നപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് അവിടെ ഒരു മുന്തിരിവള്ളി ഉണ്ടായിരുന്നു. അതങ്ങോട്ട് ലേറ്റായി അള്ളാഹു തആല നൽകി കറാമത്ത്. ഇത് വലിയൊരു കറാമത്ത് തന്നെയാണല്ലോ. വഉലിദൽ മുസന്നിഫു ഇമാം നവവി റളിയല്ലാഹു തആല ഒരു ജന്മം നൽകപ്പെട്ടത് ബഅദ വഫാത്തിഹി ഇമാം റാബി റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷമാണ്. കൊല്ലം ബിനഅവി സബീ സിനീന ഒരു 7 കൊല്ലം. അപ്പോ ഇമാം റാബി റളിയല്ലാഹു അൻഹു വഫാത്തായി 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുസന്നിഫായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ജന്മം നൽകപ്പെട്ടത്. എവിടെ? ബിനവ, നവ എന്ന് പറയുന്ന പ്രദേശത്ത്. മിൻ ഖുറാ ദിമഷ്ക്, ഡമസ്കസിലെ ഗ്രാമങ്ങളിൽപ്പെട്ട ഒരു ഗ്രാമമാണ് നവ. അവിടെ ജന്മം നൽകപ്പെട്ടവരായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാം നവവി റളിയല്ലാഹു അൻഹു. വമാത ബിഹ, അതേ ഗ്രാമത്തിൽ തന്നെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായത്. സനത 76 ഹിജ്റ 676 വഫാത്ത് നടന്നത്. പ്രായം അന്നഹവി 46 സന 46 വയസ്സ്. 46 വയസ്സായപ്പോഴേക്കും ബഹുമാനപ്പെട്ട ലോകത്തോട് വിട പറഞ്ഞു. അപ്പോഴേക്കും ഏതെല്ലാം എത്ര ഗ്രന്ഥങ്ങളാണ് ബഹുമാനപ്പെട്ടത് തെരഞ്ഞ് എഴുതുണ്ടാക്കിയത് ഇൽമിന് വേണ്ടി, ഏതിയാണ് ഹയാത്താക്കിയത്. ആ മഹാനവറുടെ ബർക്കത്തുകൊണ്ട്, ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിന്റെ ബർക്കത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും മികപര വിജയം അല്ലാഹു നൽകട്ടെ. ദക്കറ തിൽമീദുൽ ഇമാം ഇബ്നുൽ അത്താർ, ഇമാം ഇബ്നുൽ അത്താർ എന്ന് പറയുന്ന നവവി ഇമാമിന്റെ ശിഷ്യൻ, അദ്ദേഹം പറയുന്നു അന്നബഅദ സ്വാലിഹീന, നമ്മുടെ നവവി ഇമാമിന്റെ സ്റ്റാൻഡേർഡ് പറയുകയാണ്. നമ്മുടെ ഇമാം ഷാഫി അല്ല ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില ആളുകൾ, ചില സാലിഹീങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അന്നഹു ബഹുമാനപ്പെട്ടവർ കുത്തുബ, ആ കാലഘട്ടത്തിലെ വലിയ കുത്തുബ് തന്നെയായിരുന്നു മഹാനവറുകളെന്ന്. അന്ന ഷെയ്ഖ, ബഹുമാനപ്പെട്ടവർ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് കാസഫഹു ബിദാലിക, താങ്കൾ കുത്തുബാണ് എന്നതുകൊണ്ടുള്ള ഒരു മുകാശഫത്ത് കൂടി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുമുണ്ട്. വസ്തക്തമഹു, ബഹുമാനപ്പെട്ടവര് അത് മറച്ചു വെക്കുകയും ചെയ്തു, അത് വെളിപ്പെടുത്തുകയും ചെയ്തില്ല ബഹുമാനപ്പെട്ടവർ. അത്തിനും വലിയ ഒരു മഹാൻ തന്നെ 46 വയസ്സായപ്പോഴേക്ക് ലോകത്ത് വാഴ്ത്തപ്പെടുകയും മഹാനവരുടെ ഗ്രന്ഥങ്ങൾ എത്രയാ, കുത്തുബനല്ലേ. വകശഫലി ബഅദി സ്വാലിഹീന അൻഹു ബഅദ മൗതിഹി, ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു മരിച്ചതിന് ശേഷം ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില സാലിഹീങ്ങൾക്ക് കശ്ഫ് നൽകപ്പെട്ടു. കുശിഫ എന്ത്? അന്നഹു വഖഅ ലഹു ഹല്ലുൻ വാഫിറുൻ മിൻ തജല്ലില്ലാഹി അലൈഹി ബിറില്ലാഹു വഅത്ബിഹി, അല്ലാഹു തആലാന്റെ മയം, അല്ലാഹുവിന്റെ പൊരുത്തം എന്നീ തജല്ലാത്തുകളിൽ നിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുന്ന വലിയതായിരിക്കുന്ന, ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു ഭാഗ്യം ലഭിച്ച മഹാനായിരുന്നു ഇമാമുന ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നുള്ളത് ചില ആളുകൾക്കൊക്കെ വെളിപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ അല്ലാഹു തആലാനോട് ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അതിൽ നിന്ന് ചിലത് മടങ്ങി വരാൻ, അലാ കുതുബിഹി, ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിന്റെ മേലിൽ ചില ഗ്രന്ഥങ്ങളൊക്കെ എന്താണ്, ചിലതൊക്കെ ഇങ്ങനെ മടങ്ങി വരാൻ, അത്തരം കാര്യങ്ങളിൽ നിന്ന് അള്ളാന്റെ പൊരുത്തയും ആ പൊരുത്തങ്ങളുണ്ടല്ലോ, ആ പൊരുത്തത്തിൽ വാത് അള്ളാന്റെ കിതാബുടെ മേലെ മടങ്ങി വരാൻ വേണ്ടി അള്ളാഹ് ചോദിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മഹാനവർ രചിച്ച ഗ്രന്ഥങ്ങൾക്ക് തിരിച്ചു കിട്ടി. അങ്ങനെ അതുകൊണ്ടുള്ളതായി ഈ കിതാബുകളെ കൊണ്ടുള്ള ഉപകാരം ആകെ ഉൾപ്പെടുത്തി. ഷറുഖം വഗർബ, കിഴക്കും പടിഞ്ഞാറുമായി ഉൾപ്പെടുത്തി. ഈ ഷാഫിയാക്കൾക്ക് വൈരിയും ഷാഫിയാക്കൾ അല്ലാത്തവർക്കും ഹമാഹുവ മുഷാഹദുൻ, അത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലോകത്ത് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കിതാബുകളൊക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുകൾ തന്നെയാണ്, ഷാഫിയാക്കൾക്കും അല്ലാത്തവർക്കും ഒക്കെ. ഇതൊക്കെ കിട്ടിയത് ബഹുമാനപ്പെട്ടവർ അള്ളാഹു ചോദിച്ചിട്ട് കിട്ടിയത് തന്നെയാണ്. ഇത് വലിയൊരു കറാമത്ത് തന്നെയാണല്ലോ.
ഓഹുവ. ഇനി നമുക്ക് മത്തിലേക്ക് തന്നെ പോകാം. ആ മുഹറർ അയൽ മുഹററു മുഹററാകുന്നത് മധുഹുബിമായി എത്തി ശേഷം വരുന്ന ഒന്നുകൊണ്ട് ആ മുഹററിനെ മധുഹ് ചെയ്യലാകുന്നത്. മധുഹിൽ കിതാബിഹി അത് മൂപ്പരുടെ കിതാബിനെ മധുഹ് ചെയ്യലാണ്. ഇഷ്തിമാലിഹി അലൈഹി ആ കിതാബ് എന്തായി അതിന്റെ മേൽ ചുറ്റിയത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് മഹമ്മാ തമയ്യസ ബിഹി അത് തമ്മിൽ അതുകൊണ്ട് തന്നെ വകതിരിവിടും. ആ ഒന്നോടുകൂടെ തമയ്യസ ബിഹി ആ ഒന്നുകൊണ്ട് ഈ കിതാബ് വേർതിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ മേൽ ഈ കിതാബ് ചുറ്റി വന്നപ്പോൾ തന്റെ കിതാബിനെ മധുഹ് ചെയ്യൽ തന്നെയാണ് ശേഷമുള്ളത് കൊണ്ട് എന്ന് മനസ്സിലാക്കാം. വലൈസ മദ്ഹുൽ അഇമ്മത്തി ലികുതുബിഹിം ഓരോ ഇമാമിങ്ങളും അവർക്കുള്ളതായിരിക്കുന്ന കിതാബുകളെ മദ്ഹ് ചെയ്യുക എന്നുള്ളതല്ല. ഫഖുറൻ ഡംബ് പറയലല്ല. ബൽ പിന്നെയോ ഹുവ ഹസ്ന ലാ തഖറിൽ ഔലാ വൽ അക്മൽ മുബാലഗതൻ ഫിൻ നുസ്ഇലിൽ മുസ്ലിമീന മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സൽഗുണമാവുന്ന കാര്യത്തിൽ അങ്ങേറ്റം അധികരിപ്പിച്ചുകൊണ്ടും ഏറ്റവും ബന്ധമായതും സൂക്ഷിക്കുക എന്ന നിലപാടിലൂടെ പ്രേരിപ്പിക്കുക. അതാണ് ഈ കിതാബുകളെ പറ്റി ഇങ്ങനത്തെ കിതാബുകളാണ് എന്നൊക്കെ മധു ചെയ്ത് പറയുന്നത്. പിന്നെ കസീറുൽ ഫവാഇദി ഒരുപാട് ഫലം ഉള്ളതാണ് ഈ മുഹറർ. അല്ലത്തി എങ്ങനത്തെ ഫലങ്ങൾ ഇബ്തദഅഹ മുഅല്ലിഫുഹു മുഹററിനെ രചിച്ച രചയിതാവ് അതിനെ ഉണ്ടാക്കിയെടുത്തതാണല്ലോ അങ്ങനത്തതായിരിക്കുന്ന മുഹറർ. വലം യസ്ർ അലൈഹ മൻ ഖബലഹു ആ ഫവായിദുകളുടെ മേൽ മൂപ്പർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാരും എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ല. ആരും എന്തായിട്ടില്ല, അങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അത്രയും വലിയ മുന്തിയതായിരിക്കുന്ന ഫലമുള്ള കിതാബാണ് ഈ മുഹറർ. പിന്നെ ഫവായിദി എന്ന് പറയുന്നത് ജമ്മു ഫായിദത്തിൻ, ഫായിദത്തി എന്നതിന്റെ ജമ്മാണ്. വയ്യ ഫായിദത്ത് എന്ന് പറഞ്ഞാല് മാ ഒന്ന്, എങ്ങനത്തെ ഒന്ന്, യുറഖബു ബി ഇസ്തിഫാദത്തി അതിനെ മനസ്സിലാക്കിയെടുക്കുക എന്ന കാര്യത്തിൽ ആഗ്രഹിക്കപ്പെടും. മിനൽ ഫുആദി അത് പറയാം. അപ്പൊ മനസ്സിലാക്കലിനെ എടുക്കുന്ന കാര്യത്തിൽ ആഗ്രഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഫായിദത്തുൻ എന്ന് പറയും. അതിന്റെ ജമ്മാണ് ഫുആദ്. എന്നാൽ ഈ ഫായിദത്തി എന്നതിനെ പിടിക്കപ്പെട്ടത് എന്തിൽ നിന്നാണ്? മിനൽ ഫുആദി, ഫുആദ് എന്നതിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. ഫുആദി എന്ന് പറഞ്ഞാൽ അർത്ഥം കൽബ് എന്നതാണ്. അപ്പൊ എന്താണ് ഫുആദിന് പിടിക്കാൻ കാരണം? ഈ അന്നഹ നിശ്ചയമായിട്ടും ആ ഫവായിദകള് അല്ലെങ്കിൽ ഫായിദ തുഴക്കല് ബിഹി ആ അക്കല് കൊണ്ടാണല്ലോ അതിനെ മനസ്സിലാക്കപ്പെടുക. അതുകൊണ്ടാണ് ഫതരിദു അലൈഹി അപ്പോൾ ഇതനുസരിച്ച് വരും ഇസ്തിഫാദത്തും മിന്നു ഇഫാദത്തൻ അതിൽ നിന്ന് എന്താണോ മനസ്സിലാക്കുക എന്നുള്ളത് അവിടെ വരും. വഅറഫ്ത ഫി കുല്ലി നാഫിഇൻ ദീനിയിൻ ഔ ദുന്യവിയിൻ ദീനും ദുന്യവുമായിരിക്കുന്ന എല്ലാ ഉപകാരങ്ങളെ കൊണ്ട് നീ അറിയുകയും ചെയ്യും. മൻഫാദ അതാബിനഫിഇൻ വല്ലവരുത്തനും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ അവൻ ഉപകാരമുള്ളത് കൊണ്ടുവന്നു എന്നുള്ളതാണല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഫായിദയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് മുഹറിനെ കുറിച്ച് ഇനിയും ഗുണം പറയാനുണ്ട്. അത് ബാക്കി നമുക്ക് നാളെ പറയാം. ഇന്ന് തൽക്കാലം ഈ ക്ലാസ് ഇവിടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.